വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥനാപൂർവ്വം ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം. കാരണവാനും സ്നേഹതയുമായ നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവിടുത്തെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ വചനത്തിൻ്റെ വിത്ത് ഞങ്ങളുടെ ഹൃദയവയലുകളിൽ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം പരിശുദ്ധാത്മാവെ ശക്തിയായി ഇടപെടണമേ, അഭിഷേകമായി കൂടെ ഉണ്ടാവണമേ. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മീയ പ്രചോദനങ്ങളാൽ ആത്മാവെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിലെ ഒരു തിരുവചന ഭാഗമാണ്. 16-ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് അവിശ്വസ്തനായ കാര്യസ്ഥൻ എന്നതാണ്. നമ്മുടെ വിഷയം സമ്പത്തിൻ്റെ അധാർമികത, അല്ലെങ്കിൽ അധാർമിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ലൂക്കാസ് വിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായം താരതമ്യേന വ്യാഖ്യാനിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു വചനഭാഗമാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാരുടെ മതം. ഇവിടെ നമ്മൾ ഈശോ ജനത്തെ പഠിപ്പിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങി നിൽക്കേണ്ട വിശ്വസ്തതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ മക്കൾക്ക് വിശ്വസ്തത വേണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മക്കൾ ബുദ്ധിശാലികളാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൻ്റെ മക്കൾ ബുദ്ധിശാലികളാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ വിശ്വസ്തരായിരുന്നാൽ വിശ്വസ്തതയ്ക്ക് ബുദ്ധിയെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള സന്ദേശമാണ് ഈശോ നമുക്ക് പകർന്നു നൽകുന്നത്. നമുക്കറിയാം, ഈശോ പറയുന്ന ഒരു ഉപമ ഒരു കാര്യസ്ഥൻ്റെയും യജമാനൻ്റെയും ഉപമയാണ്. കാര്യസ്ഥൻ തൻ്റെ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു എന്നുള്ള വിവരം ലഭിച്ച യജമാനൻ കാര്യസ്ഥതയുടെ കണക്ക് ആവശ്യപ്പെട്ടപ്പോൾ യഥാർത്ഥ കണക്ക് കൊടുത്താൽ യജമാനൻ തന്നെ കാര്യസ്ഥതയിൽ നിന്നും നീക്കുമെന്നുള്ള വിവരമറിഞ്ഞ ബുദ്ധിമാനും കൗശലക്കാരനുമായ കാര്യസ്ഥൻ യജമാനന് കടപ്പെട്ടിരുന്ന ഓരോരുത്തരെയും വിളിച്ച് അവരുടെ കടച്ചീട്ട് തിരുത്തി എഴുതുന്ന അധാർമികമായ പ്രവൃത്തിയാണ് അദ്ദേഹത്തിലൂടെ ഈശോ വിവരിക്കുന്നത്. ഒന്നാമനോട് അവൻ ചോദിച്ചു, യജമാനൻ എന്ത് കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിൻ്റെ പ്രമാണം, എടുത്ത് 50 എന്ന് തിരുത്തി എഴുതുക. അനന്തരം മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിൻ്റെ പ്രമാണം എടുത്ത് 80 എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൗശലപൂർവ്വം പ്രവർത്തിച്ച നീതിരഹിതനായ കാര്യസ്ഥനെ, അവിശ്വസ്തനായ കാര്യസ്ഥനെ പ്രശംസിക്കുന്ന ഒരു യജമാനൻ. ഈ യജമാനനെ, ഈ ലോകത്തിൻ്റെ യജമാനനാണത്. ഇത് അവതരിപ്പിച്ചിട്ട് ഈ ലോകത്തിൽ
പിടിച്ചു നിൽക്കാൻ വേണ്ടി എത്രത്തോളം കൗശലം കാണിക്കുന്നു, എത്രത്തോളം ജാഗ്രത കാണിക്കുന്നു. ആ ജാഗ്രതയെ അവതരിപ്പിച്ചിട്ട് അതിനും അപ്പുറമുള്ള വരാനിരിക്കുന്ന പ്രകാശത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച്, പ്രകാശത്തിൻ്റെ മക്കളായി വ്യാപരിക്കേണ്ടവർ എങ്ങനെയായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ പറയുകയാണ്, അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുക. അതിവിടെ മാത്രമേ നിനക്കുണ്ടാവൂ. എന്നാൽ അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും. അധാർമിക സമ്പത്ത് ഉപയോഗിച്ച് സ്നേഹിതരെ സമ്പാദിക്കുമ്പോൾ ഈ സമ്പത്തും സ്നേഹിതരും നിന്നെ കൈവെടിയണം. ഈ സമ്പത്തും സ്നേഹിതരുമാണ് നിൻ്റെ ആശ്രയത്വമെങ്കിൽ ഒരിക്കലും നിനക്ക് നിത്യകൂടാരത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയില്ല. അപ്പോൾ നിത്യകൂടാരത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ സ്വീകരിക്കണമെങ്കിൽ നിൻ്റെ അധാർമിക സമ്പത്തിലൂടെ നീ നേടിയെടുത്തതും നിന്നെ കൈവെടിയണം. അതിന് നീ എന്ത് ചെയ്യണം? അതിനാണ് പഠിപ്പിക്കുന്നത്. തുടർന്നുള്ള വചനം പഠിപ്പിക്കുന്നത്, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയുടെ വചന പ്രഘോഷണത്തിൻ്റെ പാഠമിതാണ്. നീ ഈ ലോകത്തിൻ്റെ മകനായി ജീവിക്കണമെങ്കിൽ നിനക്ക് വിശ്വസ്തത വേണം, നിർബന്ധമൊന്നുമില്ല. ബുദ്ധിയും കൗശലവും മതി, നിനക്ക് പ്രശംസ കിട്ടും. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ മകനായി, പ്രകാശത്തിൻ്റെ മക്കളായി വ്യാപരിക്കേണ്ട നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. ചെറിയ കാര്യത്തിൽ വിശ്വസ്തനെ വലിയ കാര്യത്തിൽ വിശ്വസ്തത സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ എന്താണ്? എന്നിട്ട് ഈശോയുടെ പ്രബോധനം പോകുന്നത് ധനത്തെക്കുറിച്ചാണ്, ധനത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ചാണ്. ഒരുവനും ഒരേ സമയത്ത് രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ പണത്തെ. മാമോനും ദൈവവും പരസ്പര വിരുദ്ധമായി നിൽക്കുമ്പോൾ ഇതിലേതിനെ പൂജിക്കുന്നു എന്നതാണ് പരമപ്രധാനം. ഈ ലോകത്തിൻ്റെ മക്കൾ മാമോനെ പൂജിക്കുന്നവരാണെങ്കിൽ വരാനിരിക്കുന്ന യുഗത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തെ പൂജിക്കുന്നവരായി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു ഭൃത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ ഇവിടെ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. ആകണം, ഇതിലൊന്നാ പറ്റുള്ളൂ. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? ഈശോയുടെ ചോദ്യമാണ്. എന്താണ് അധാർമിക സമ്പത്ത്? പണം അധാർമികമല്ല, പണം ആവശ്യമുള്ളതാണ്, മനുഷ്യൻ്റെ ഉപയോഗത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഈ പണം എപ്പോഴാണ് അധാർമിക സമ്പത്തായി മാറുന്നത്? സുവിശേഷങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈശോ ഈ ലോകത്തിലെ ധനവാന്മാരോട് മുഖത്ത് നോക്കി പറയുന്നുണ്ട്, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം. എന്നാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിക്കഴിഞ്ഞു. ആരാണ് സമ്പന്നർ? സമ്പത്തുള്ളവൻ സമ്പന്നനാണ്, ദാരിദ്ര്യമുള്ളവൻ ദരിദ്രനാണ്. ഈ അധാർമിക സമ്പത്തുള്ളവൻ ആരാണ്? അവനാണ് സ്വർഗരാജ്യത്തിനകലെ. അധാർമിക സമ്പത്ത് എന്നതുകൊണ്ട് ബൈബിൾ വീക്ഷിക്കുന്നത് പങ്കുവയ്ക്കപ്പെടാത്ത സമ്പത്താണ്. സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ വഞ്ചിച്ചെടുത്ത
വക മുഴുവൻ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ, അവൻ്റെ സ്വത്ത് പകുതി ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ അവൻ രക്ഷയിലേക്ക് കടന്നു വന്നു. ഇതുതന്നെയാണ് സമ്പത്തിൻ്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം. ദൈവത്തിൻ്റെ പ്രമാണം എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ഒന്നാമതായി കാണുന്ന ഒരുവൻ പണം ഒന്നാമതായി കാണില്ല. സഹോദരനെ തന്നെ പോലെ സ്നേഹിക്കുന്നവന് സ്വത്തും പണവും വിത്ത് കെട്ടി പൂട്ടി സൂക്ഷിക്കാനാവില്ല. ഭോഷനായ ധനികൻ്റെ ഉപമ ഈശോ പഠിപ്പിക്കുന്നത് ഈ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകി. അവൻ സന്തോഷിച്ചു. അവൻ തൻ്റെ അറപ്പുരകൾ പൊളിച്ച് പുതിയവ പണിയുന്നതിനെക്കുറിച്ച് ആലോചന നടത്തുമ്പോൾ ദൈവം അവനോട് ചോദിക്കുകയാണ്, ഇന്ന് ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ചു വെച്ചതൊക്കെയും ആരുടേതായി തീരും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് ഏതാണെന്നും നശ്വരമായ ക്ഷണഭങ്കുരമായ ആശ്രയം വയ്ക്കാൻ സാധിക്കാത്ത സമ്പത്ത് ഏതാണെന്നും വിവേചിച്ചറിയാനുള്ള വിവേചന വരം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അധാർമിക സമ്പന്നരായി നമ്മൾ മാറുന്നത്. എന്താണ് യഥാർത്ഥ ധനം? ഈ ലോകം മുഴുവൻ നീ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? ആത്മാവിന് പകരമായി ഹേ മനുഷ്യ നീ എന്തു കൊടുക്കും? അപ്പോൾ ഏറ്റവും വലിയ ധനം എൻ്റെ ആത്മാവാണ്. ഈ തിരിച്ചറിവ്, എൻ്റെ ആത്മാവിന് ഇവിടെ താൽക്കാലിക വാസം മാത്രമേ ഈ ശരീരത്തിലുള്ളൂ. ഇവിടെ നിന്ന് ഈ അമൂല്യ ധനമായ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നകലുമ്പോൾ അവിടെ എന്തായിരിക്കാം എൻ്റെ നിക്ഷേപം? അവിടുത്തെ നിക്ഷേപം അധാർമിക സമ്പത്തല്ല, അത് ആത്മീയ സമ്പത്താണ്. ഒരാത്മാവിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ നേരെ വിപരീതമാണ്. ലോകത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ഈ ലോകത്തിൽ അവൻ എന്തുമാത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ആത്മാവിൻ്റെ സമ്പത്ത് ഈ ലോകത്തിൽ എന്തുമാത്രം ഒരുവൻ നഷ്ടമാക്കിയിട്ടുണ്ട് എന്നതാണ്. എന്തുമാത്രം ഒരുവൻ പരിത്യജിച്ചിട്ടുണ്ട്, എന്തുമാത്രം ഒരുവൻ പങ്കുവച്ചിട്ടുണ്ട്, എന്തുമാത്രം ഒരുവൻ മറ്റുള്ളവർക്കായി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ധാർമ്മിക സമ്പത്ത്, ആത്മീയ സമ്പത്ത്. അതുകൊണ്ട് അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ, അവ കൈവെടിയുമ്പോഴേ നിനക്ക് നിത്യകൂടാരത്തിൽ പ്രവേശനം ലഭിക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മശോധന ചെയ്യേണ്ട വസ്തുത, എന്നിൽ അധാർമിക സമ്പത്തുണ്ടോ? അഥവാ ഞാൻ ആത്മീയ സമ്പത്തുള്ളവനാണോ? ഓരോ മനുഷ്യർക്കും അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ സമ്പന്നരാകാനുള്ള എല്ലാ സാധ്യതകളും ദൈവം തുറന്നു തന്നിട്ടുണ്ട്. പണം മാത്രമല്ല നമ്മുടെ സമ്പത്ത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ സ്വാധീനങ്ങൾ, നമുക്കുള്ളതെല്ലാം ദൈവം നൽകിയ ദാനമാണെന്ന ബോധ്യത്തോടുകൂടി ദാനമായി നിനക്ക് ലഭിച്ചു, ദാനമായി തന്നെ കൊടുക്കുവിൻ എന്ന വചനമനുസരിച്ച് കൊടുക്കാനുള്ളൊരു മനസ്സ് എത്രത്തോളം എന്നിലുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് എൻ്റെ അധാർമിക സമ്പത്ത് കൈവെടിയപ്പെടുന്നതും ആത്മീയ സമ്പത്ത് എനിക്ക് സ്വരുക്കൂട്ടപ്പെടുന്നതും. അപ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ നഷ്ടമാക്കുന്നതൊക്കെയും എൻ്റെ അക്കൗണ്ടിൽ ആത്മീയ നിക്ഷേപമായി തുരുമ്പോ കീടങ്ങളോ നശിപ്പിക്കാത്ത സ്വർഗത്തിൽ ഉണ്ട് എന്ന ബോധ്യമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവിനെ സുരക്ഷിതമായി എത്തിക്കുവാൻ, അവൻ്റെ ആത്മാവിന് ദാരിദ്ര്യ അരൂപി സ്വന്തമാക്കുവാൻ
യഥാർത്ഥമായ ദാരിദ്ര്യ അരൂപി എന്ന് പറയുന്നത് പൂർണ്ണമായുള്ളൊരു ദൈവാശ്രയത്വമാണ്. അപ്പോൾ ഈ ലോകത്തിലെ സമ്പത്തിൽ, ലോകത്തിലുള്ള നേട്ടങ്ങളിൽ ആശ്രയത്വമില്ലാത്ത ആത്മാവാണ് ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആത്മാവ്. ഈ ആത്മാവിൻ്റെതാണ് സ്വർഗരാജ്യമെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായോഗികമായ ജീവിത സാഹചര്യത്തിലേക്ക് നമുക്ക് വരാം. എൻ്റെ പണത്തോടുള്ള, ഈ ലോകത്തോടുള്ള മനോഭാവം എവിടെയാണ്? എങ്ങനെയാണ്? എപ്രകാരമാണ്? ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. എന്തെന്നാൽ ലോകത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെയുള്ളതൊന്നും പിതാവിൽ നിന്നുള്ളതല്ല. പ്രത്യുത അത് ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ഈ വചനം ധ്യാനിക്കുമ്പോൾ ഒരിക്കലും ഒരു സഹോദരൻ എന്നെ പഠിപ്പിച്ച ഒരു വലിയ സത്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. താനായിരിക്കുന്ന ഇടവക സമൂഹത്തിലെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ അംഗമായി പ്രവർത്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന് അല്പം ചെറിയ ബിസിനസ് പരിപാടികളുമായി ദീർഘകാലമായി അദ്ദേഹം ജീവിതം നയിച്ച് മുന്നോട്ട് വരുന്നു. ഒത്തിരിയേറെ ഭൗതികമായ അനുഗ്രഹങ്ങളാൽ മാത്രമല്ല, ആത്മീയമായ അനുഗ്രഹങ്ങളാലും അദ്ദേഹം സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ 3 മക്കൾക്ക് അവർ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. 3 പേരുടെയും വിവാഹത്തിന് അനുബന്ധിച്ച് തന്നെ അവർക്ക് സ്വന്തമായി, ഒരുവിന് വിവാഹം കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും 3 പേർക്കും സ്വന്തമായ വീടുകൾ അദ്ദേഹം ഒരുക്കി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്, ആർക്ക് എന്ത് സഹായം ആവശ്യമുണ്ട് എന്നറിഞ്ഞാലും ആ അറിവിനെ അവഗണിക്കില്ല അദ്ദേഹം പ്രതിമാസം ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ഒരു കോഴ്സ് കഴിയുമ്പോൾ ഫീസ് കൊടുക്കൽ ചിലപ്പോൾ ഹോസ്റ്റൽ ഫീസായിരിക്കാം, അല്ലെങ്കിൽ ട്യൂഷൻ ഫീസായിരിക്കാം. അതാത് മാസം ചെറിയ എമൗണ്ടായിട്ടേ വരൂ, അത് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഒരു വിധവയായ അമ്മയുടെ അപേക്ഷ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ വയ്ക്കപ്പെട്ടു. ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 40,000 രൂപയോളം ഒരു വർഷത്തെ ഫീസ് ഇനത്തിൽ കൊടുക്കാൻ ഇല്ലാതെ വിഷമിക്കുന്നൊരമ്മ. ഈ വിവരം വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ ചർച്ച ചെയ്തു. അതിനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ എന്തെങ്കിലും കാര്യമായി ചെയ്യണമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. അവരതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരൻ അവിടെ ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഇടവക വികാരിയെ ഫോൺ ചെയ്ത് പറയുകയാണ്, വീട്ടിൽ ചെന്നിട്ട്, ആ തുക ഞാൻ പൂർണ്ണമായും കൊടുത്തോളാം. ഇത് കേട്ട വികാരിയായ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഹോദര, താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു? എവിടെ ഏത് സഹായ അഭ്യർത്ഥന വന്നാലും അതിനെല്ലാം വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുന്ന, ഒരുപക്ഷെ അഭ്യർത്ഥിക്കാത്തവർക്ക് പോലും ആവശ്യമായത് കൊടുക്കാൻ മനസ്സാകുന്ന അങ്ങേക്കിതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എന്നെ ഏറെ ചിന്തിപ്പിച്ചു. അച്ഛാ, നമ്മളൊക്കെ വിളമ്പുകാരാണ്. കലവറക്കാരൻ്റെ കയ്യിൽ നിന്ന് ലഭ്യമാകുന്നത് വിളമ്പാൻ വിളിക്കപ്പെട്ടവരല്ലേ? വിളമ്പുകാരൻ്റെ പാത്രത്തിലെ തീരുമ്പോൾ ആ പാത്രത്തിലേക്ക് കലവറക്കാരൻ കലവറയുടെ സമ്പന്നതയിൽ നിന്ന് തരണമെങ്കിൽ വിളമ്പുകാരൻ്റെ പാത്രം കാലിയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
വിളമ്പുകാരൻ്റെ പാത്രം കാലിയായാൽ മാത്രമേ കലവറക്കാരൻ്റെ കലവറയിൽ നിന്ന് വിളമ്പുകാരൻ്റെ പാത്രത്തിലേക്ക് വീണ്ടും വീണ്ടും നൽകപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ വിളമ്പുകാരൻ്റെ പാത്രത്തിലിരിക്കുന്ന ഭക്ഷണം ദുർഗന്ധം വമിക്കും വിധം കേട് പിടിച്ചു പോയാൽ ആ ഭക്ഷണത്തിന് വിളിക്കുന്ന പേരാണ് അധാർമികമായ സമ്പത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒക്കെയും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തുണ്ടോ അതൊക്കെ വിളമ്പാനായി നൽകപ്പെട്ടതാണെന്ന ബോധ്യത്തോടുകൂടി വിളമ്പി തുടങ്ങിയാൽ നിന്റെ പാത്രത്തിൽ നിന്ന് ദുർഗന്ധം അവസാനിക്കും. നിന്റെ അധാർമിക സമ്പത്ത് നിന്നെ കൈവെടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ആത്മീയ സമ്പത്ത് നീ സ്വന്തമാക്കും. നിത്യ കൂടാരം നിനക്കായി ഒരുക്കപ്പെടും. ഈ ബോധ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്കെന്ന് കഴിയും? അന്ന് നമ്മുടെ രക്ഷ സ്വന്തമാകുമെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അതിക്രമിച്ചെടുത്തതിന് പകരം കൊടുക്കാൻ, ഉള്ളത് ഇല്ലാത്തവനുമായി പകുതി മുറിച്ചു കൊടുക്കാൻ, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ വിട്ടുകൊടുക്കുന്നൊരു മനസ്സ് കൊടുത്തു തീർക്കുന്നതിനനുസരിച്ച് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുമെന്ന ബോധ്യത്തോടെ കൊടുക്കുമ്പോൾ കൃപയുടെ നിറവായി നിൻ്റെ ജീവിതം മാറുകയാണ്. ദൈവ ശുശ്രൂഷയ്ക്കാകാം, ദേവാലയത്തിനാകാം, വേദനിക്കുന്ന സഹോദരങ്ങൾക്കാകാം, പടിവാതിൽക്കൽ കിടക്കുന്ന ലാസറനാകാം, ആർക്കുമായിക്കോട്ടെ, നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഉള്ളത് കൊടുക്കാനുള്ളൊരു മനസ്സ്, അതാണ് വലുത്. ഈശോ പറഞ്ഞില്ലേ, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്ന്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കരുതെന്ന്. കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ അങ്ങനെയാകരുതെന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ സമ്പന്നരായി മാറുന്നത് ഈശോയുടെ വചനത്തെ ധിക്കരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. നാം ഒക്കെ അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കാൻ ഓടി നടക്കുമ്പോൾ ഓർക്കണം, അവ കൈവെടിയണം. എങ്കിലേ നിനക്ക് നിത്യകൂടാരത്തിൽ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മുടെ മുമ്പിൽ കൈകൾ നീട്ടി നിൽക്കും മനുഷ്യനേക്കാൾ വലിയ നിധി എന്തിനിവിടെ തേടിടേണം നശ്വരമാം സമ്പത്തിൽ. സകല തിന്മകളുടെയും അടിസ്ഥാന കാരണം ദ്രവ്യാസക്തിയാണ് എന്ന് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം പഠിപ്പിക്കുന്നു. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലതകളും ഉണ്ടായിക്കോട്ടെ, നമുക്ക് വിശ്വസ്തത കൈവെടിയാതിരിക്കാം, വിശ്വസ്തരായിരിക്കുക. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? അതുകൊണ്ട് ഈ ലോകത്തിലെ സമ്പത്ത് വിശ്വസ്തയോടെ തന്നവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കാനുള്ള ഒരഭിഷേകം നിറയണേ. ആ അഭിഷേകം നമ്മളിലുള്ള സകല തിന്മകളെയും അകറ്റിക്കളയുമെന്ന സത്യം തിരിച്ചറിയുക. എൻ്റെ ഇളയ സഹോദരങ്ങളിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. വിശക്കുന്നവന് അപ്പമായി, ദാഹിക്കുന്നവന് ദാഹജലമായി, നഗ്നന് ഉടുപ്പായി, കാരാഗ്രഹവാസിക്കും രോഗിക്കും സാന്ത്വന സ്പർശനമായി, പരദേശിക്ക് കൂടാരമായി നീ മാറുമ്പോൾ സ്വർഗരാജ്യത്തിൽ നീ വലിയവനാകും. നിനക്ക് ആത്മീയ സമ്പത്തുണ്ടാകും. ഈ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും യാചനാപൂർവ്വം തുറന്നു പിടിച്ചു കണ്ണുകളടച്ച് പ്രാർത്ഥിക്കും. കർത്താവായ ഈശോയെ, അങ്ങയുടെ പ്രബോധന വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കും. ദൈവത്തെയും മാമോനെയും ഒന്നുപോലെ സേവിക്കുക സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞു യഥാർത്ഥ ധനം നേടേണ്ടതിന് അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തത പാലിക്കുവാൻ, ഈ ലോകത്തിൽ നഷ്ടമാകുന്നതാണ് വരാനിരിക്കുന്ന ലോകത്തിൽ നേട്ടമാകുന്നത് എന്ന തിരിച്ചറിവിൽ ഈ ലോകത്തിലെ നേട്ടങ്ങളൊക്കെയും നഷ്ടപ്പെടുത്തുന്നതിലുള്ള ഒരാത്മീയ ആനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കണം.
ഞങ്ങളിൽ അങ്ങ് മാത്രമായിരിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ ആനന്ദം, അങ്ങ് മാത്രമായിരിക്കട്ടെ ഞങ്ങളുടെ സ്നേഹം, അങ്ങ് മാത്രമായിരിക്കട്ടെ ഞങ്ങളുടെ ആശ്രയം. സമ്പത്തിലോ ലോകസുഖങ്ങളിലോ ജഡികമോഹങ്ങളിലോ ആശ്രയം വെക്കാതെ, സ്നേഹം വെച്ചു പുലർത്താതെ, ആനന്ദം കണ്ടെത്താതെ അങ്ങിൽ ആനന്ദിക്കുവാനുള്ള കൃപയും അഭിഷേകവും തരണമേ എന്ന് പ്രാർത്ഥിച്ചു ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, 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 ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ. അധാർമികമായതെല്ലാം വിട്ടുമാറിക്കട്ടെ, കൈവിടിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സ്വർഗ കൂടാരത്തിൽ നമുക്ക് നിത്യവസതി ഒരുക്കപ്പെടുവാൻ, അവിടെ സമ്പന്നരാകുവാനുള്ള അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ. Praise the Lord. Hallelujah. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.